കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയ അബ്ദുൾ റഹീം ഇപ്പോൾ ഫറൂഖിലെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ തിരൂരങ്ങാടി MLA PMA സമീറിൻ്റെ വാഹനത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ PMA സമീർ അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് നമ്മുടെ റഹീമും ഉള്ളത്. സമീർ നമുക്കൊപ്പം ചേരുന്നു. എന്തായാലും MLAക്ക് ഒരു അപൂർവമായ ഒരു നിയോഗം തന്നെയാണ് ഇദ്ദേഹത്തിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഫറൂഖിലെ ഉമ്മയ്ക്ക് അടുത്ത് എത്തിക്കുക. സമീർ, ഗുഡ് മോർണിംഗ്. പെരുന്നാൾ ആശംസകൾ, പറയൂ വിവരങ്ങൾ. അല്പനിമിഷങ്ങൾക്കകം PMA സമീർ നമുക്കൊപ്പം ചേരും. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രെയിം ഒന്ന് കുറച്ചൊന്ന് ചലിക്കുന്നുണ്ട്. അപ്പോൾ ചില ഇടയ്ക്കൊന്ന് ഫ്രീസ് ആകുന്നുണ്ട്. അത് ഫ്രീസ് ഇപ്പോൾ അപ്പോൾ അജി കുഞ്ഞുമോൻ വീട്ടിൽ നിന്ന് ചേരുന്നു. അതിനിടയിൽ നമുക്ക് PMA സമീറുമായി ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. പറയാം അജി കുഞ്ഞുമോൻ, ഫറൂഖിലെ വീട്ടിലെ അവസ്ഥ എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ എത്തിക്കഴിഞ്ഞോ വീട്ടിലേക്ക്? തീർച്ചയായിട്ടും SKN, ഒരുപാട് ആളുകൾ റഹീമിനെ കാത്ത് ഇവിടെ നിൽപ്പുണ്ട്. അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലും കാണാൻ കഴിയുന്നത്. ഒരുപാട് ആളുകൾ കാത്തുനിൽപ്പുണ്ട്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റഹീമുമായുള്ള വാഹനം ഇവിടെ എത്തും. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തിരൂർ MLAയുടെ വാഹനത്തിലാണ് റഹീം വരുന്നത്. അത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ MLAയുടെ വാഹനം ഇവിടെ എത്തും. നാട്ടുകാർ ഒന്നടങ്കം തന്നെ റഹീമിനെ സ്വീകരിക്കാൻ വേണ്ടി തന്നെ എത്തിയിരിക്കുകയാണ്. അവർക്കൊക്കെ തന്നെ ഒരു ആകാശമുണ്ട്. എന്താണ്, വലിയ ആഘോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ് നാട്ടുകാർ. മൊത്തത്തിൽ ജീവിതത്തിൽ 20 കൊല്ലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു പെരുന്നാൾ വരെയാണ്. ഭയങ്കര ആഘോഷത്തിലുള്ള ജനങ്ങൾ. രണ്ട് പെരുന്നാള് കോടമ്പക്കാർക്ക് അവർ പറഞ്ഞതുപോലെ 2 വലിയ പെരുന്നാളാണ് അവർക്കുള്ളത്. അത് ഇന്ന് ബലിപെരുന്നാളാണ്. ഒപ്പം തന്നെ റഹീമിനെ കാത്തിരിക്കുന്ന ഒരവസ്ഥ. കാരണം നോക്കൂ, ഒരു നാടൊന്നാകെ റഹീമിന് വേണ്ടി, റഹീമിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ റഹീമിന്റെ കുടുംബ വീട്ടിൽ വേദനയോടെയാണ് അവർ ഓരോ പെരുന്നാളും കഴിച്ചു കൂട്ടിയത്. പക്ഷേ ഇത്തവണത്തെ ആ പെരുന്നാൾ അവർക്ക് ആഘോഷമാണ്. ആ പെരുന്നാളിൽ പങ്കെടുക്കാൻ ഈ നാടൊന്നാകെ, നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഇങ്ങോട്ടേക്ക് തടിച്ചുകൂടുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. വലിയ ആവേശത്തിൽ തന്നെയാണ് നാട്ടുകാരും ഉള്ളത്. വലിയ ആവേശത്തിൽ തന്നെയാണ് അവരും ഉള്ളത്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. വലിയ ആവേശത്തിൽ തന്നെ? വലിയ ആവേശത്തിലാണ്. നമ്മൾ കേരളത്തിൽ തന്നെ മൊത്തത്തിൽ നമുക്ക് നമ്മളെ പേരിന് അഭിമാനമായി. നമ്മൾ ഇത്രയും കാലം കാത്തുനിന്നിട്ട് ഇതിന്റെ വിരാമം കുറിക്കുകയാണ്. തിരൂരങ്ങാടി MLA PMA സമീർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അത് നിങ്ങൾക്കറിയുന്ന പോലെ സമീറിൻ്റെ വാഹനത്തിലാണ് ഇപ്പോൾ അബ്ദുൾ റഹീം വീട്ടിലേക്കുള്ള യാത്രയിലുള്ളത്. സമീർ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഒരു MLA എന്നുള്ള നിലയിൽ താങ്കളുടെ ഏറ്റവും വലിയ നിയോഗമാണ് ഈ കരിപ്പൂരിൽ നിന്ന് ഇതിനെ കൂട്ടിക്കൊണ്ട് ഉമ്മയുടെ അടുത്ത് എത്തിക്കുക എന്നുള്ളത്. ഈ പെരുന്നാൾ ദിനത്തിൽ മറ്റൊരു പെരുന്നാളായി ഇത് മാറുന്നു. ഗുഡ് മോർണിംഗ് SKN പറഞ്ഞതുപോലെ വലിയ സന്തോഷമുണ്ട്. ഈ പെരുന്നാളിന് 2 പെരുന്നാളിന്റെ സന്തോഷം ഒരുമിച്ച് കിട്ടിയ ആ ഒരു ജോയ്ഫുൾ മൊമെന്റിലാണ് ഞങ്ങളുള്ളത്. റഹീമിന്റെ നിയമസഹായ സമിതിയും കുടുംബാംഗങ്ങളും ഒക്കെ കൂടെയുണ്ട്. SKN ഒന്ന് റഹീമിനെ കണക്ട് ചെയ്യാം. ഓ, തീർച്ചയായിട്ടും, വളരെ സന്തോഷം. ഹലോ, നമസ്കാരം. അബ്ദുൾ റഹീം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളന്ന് ജയിലിൽ നിന്ന് റഹീമിനോട് സംസാരിച്ചതൊക്കെ ഞാൻ ഓർമ്മിക്കുക. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. റഹീം, ഓർമ്മിക്കുന്നുണ്ടോ നമ്മളന്ന് സംസാരിച്ചത്? വളരെ സന്തോഷം റഹീം. നമ്മുടെ ആളുകളൊക്കെ ഒരുപാട് സഹായിച്ചു. അപ്പോൾ ഒരുപക്ഷെ റഹീം, ഉമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഈ മകൻ വീട്ടിലെത്തുന്നത് വരെ ഞങ്ങൾ ഉമ്മയ്ക്കൊപ്പം ഉണ്ടാകും എന്ന്. ഈ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിൽ 24 പ്രേക്ഷകരൊക്കെ ഈ കാര്യത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരോട് റഹീമിന് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്കും സഹായിച്ചവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈദ് മുബാറക്കിന്റെ ആശംസകളും. ഓ, റഹീമിന്റെ വീട്ടിലിപ്പോ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിലെത്താതിരിക്കാൻ. ഓക്കെ, എന്തായാലും നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ഒരു ആഘോഷമാണ്. റഹീം വേഗം വീട്ടിലെത്തുക. ഉമ്മ അവിടെ കാത്തിരിക്കുകയാണ്. പിന്നീട് നമുക്ക് സംസാരിക്കാം വിശദമായിട്ട്. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരാം. താങ്ക് യു. ഈദ് മുബാറക്. തിരൂരങ്ങാടി MLA PMA സമീറിൻ്റെ കാറിലാണ് അബ്ദുൾ റഹീം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫറൂഖിലെ വീട്ടിൽ ഒരു 10-20 മിനിറ്റിനകം എത്താൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഒരുപക്ഷെ ഈ വാഹനം അവരുടെ വീട്ടിലേക്ക് കയറുന്ന നിമിഷമായിരിക്കും ആ ഉമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യ നിമിഷം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. ഇതൊരു ചരിത്ര നിയോഗമാണ്. കേരള ഹിസ്റ്ററിയിൽ പുതിയ ചരിത്രം എഴുതുകയാണ് നമ്മൾ. മലയാളികൾ ഒന്നിച്ചു നിന്നപ്പോൾ 45 കോടിയിലധികം, അതായത് 47 കോടിയോളം രൂപ സമാഹരിച്ച് ഒരു മനുഷ്യനെ കഴുമരത്തിൽ നമ്മൾ ഇറക്കിക്കൊണ്ടുവന്ന്
സ്വന്തം നാട്ടിൽ സ്വന്തം ഉമ്മയുടെ അടുത്തെത്തിക്കാൻ പോകുന്നു. ഈ ഒരു കാഴ്ച, മലയാളിയുടെ ഈ നിയോഗം, നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പരാമർശങ്ങൾ പറയാനുള്ള സമയമല്ലിത്. ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിച്ച ഒരു നിമിഷമാണിത്. ആ സന്തോഷം നമ്മൾ ആ ഉമ്മയുമായി പങ്കുവയ്ക്കുക. ഒരു ഉമ്മയുടെ കണ്ണുനീരിൻ്റെ നനവ് നമ്മളെല്ലാവരും അറിഞ്ഞു. ഇപ്പോൾ ആ ദുഃഖത്തിന് അവസാനമായി. മകൻ അല്പസമയത്തിനകം ഫറൂഖിലെ വീട്ടിലേക്ക് ചെന്ന് കയറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.